കൊച്ചി പുറംകടലിൽ കപ്പൽ മുങ്ങി എണ്ണ പടരുന്നത് നിയന്ത്രിക്കാൻ കഴിഞ്ഞുവെന്ന് കോസ്റ്റ് ഗാർഡ്. കൂടുതൽ പ്രദേശത്തേക്ക് എണ്ണപ്പാടകൾ എത്തിയിട്ടില്ല. കോസ്റ്റ് ഗാർഡ് കപ്പലുകളും വിമാനങ്ങളും ഉപയോഗിച്ചാണ് എണ്ണ കൂടുതൽ പ്രദേശത്തേക്ക് എത്തുന്നത് തടഞ്ഞത്. ബിനിൽ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ബിനിൽ, ഇതൊരു ആശ്വാസ വാർത്തയാണ്. അതോടൊപ്പം തന്നെ ഇനിയും കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നുണ്ട്. അത് തീരത്തേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അവ നിയന്ത്രിക്കുന്നതിനുള്ള അല്ലെങ്കിൽ അത് ഏത് രീതിയിലുള്ള നിരീക്ഷണങ്ങൾ തുടരുകയാണ്? സന്ധ്യ, ഈ പൂർണ്ണമായും ഇത് ആശ്വാസകരം എന്നിപ്പോഴും പറയാൻ കഴിയില്ല. കാരണം ഇപ്പോഴും കടലിൽ എണ്ണപ്പാടകളുണ്ട്. പക്ഷെ അത് കൂടുതൽ പ്രദേശത്തേക്ക് വ്യാപിക്കുന്നത് നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയായിട്ടുള്ളത്. കാരണം ഈ കപ്പൽ ചരിഞ്ഞതിന് ശേഷം ഇത്രയും മണിക്കൂറുകളായി തുടർച്ചയായിട്ടുള്ള ഒരു ശ്രമമായിരുന്നു കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്ത് നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നത്. കോസ്റ്റ് ഗാർഡിന്റെ 3 കപ്പലുകൾ, അതോടൊപ്പം തന്നെ ഡോർണിയർ വിമാനങ്ങൾ ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ എണ്ണ കൂടുതൽ മേഖലകളിലേക്ക് പടരാതെ തടഞ്ഞു നിർത്താനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്. അത് ഏതാണ്ട് വിജയം കാണുന്നു എന്നതാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. തീരത്തേക്ക്, അതായത് നമ്മുടെ തീരമേഖലയിലേക്ക് എണ്ണ പടർന്നെത്തിയിട്ടില്ല എന്നതും ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് വൈകിട്ട് വരെയുള്ള കാര്യങ്ങളിൽ നിന്നുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ കോസ്റ്റ് ഗാർഡ് നൽകുന്നത്. ഈ ഡോർണിയർ വിമാനങ്ങൾ ഉപയോഗിച്ച് ഈ പൗഡർ സ്പ്രേയിങ് ആണ് നടത്തുന്നത്. ആ പൗഡർ സ്പ്രേയിങ് നടത്തുന്നതിനോടൊപ്പം തന്നെ ഈ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളിൽ നിന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയ അളവിൽ വെള്ളം ചീറ്റിച്ചുകൊണ്ട് ആ എണ്ണപ്പാടുകൾ ആ ഒരു മേഖലയിൽ തന്നെ നിയന്ത്രിച്ചു നിർത്തുക, ഇതാണ് ഇപ്പോൾ പ്രധാനമായും ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഏതാണ്ടൊരു സക്സസ് ആവുന്നു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അടുത്ത ദിവസങ്ങളിലായിരിക്കും ഇതിന്റെ വ്യക്തമായ ഒരു ചിത്രം നമുക്ക് ലഭിക്കാൻ പോകുന്നത്. ഇപ്പോൾ 3 ജില്ലകളിലായി തന്നെ 46 കണ്ടെയ്നറുകളാണ് ഒഴുകിയെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്നത് കടലിൽ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കണ്ടെയ്നറുകൾ അത് ഏത് ദിശയിലേക്കാണ് നീങ്ങുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കോസ്റ്റ് ഗാർഡ് നിരീക്ഷിച്ചു വരികയാണ്. അതനുസരിച്ച് ബന്ധപ്പെട്ട ജില്ലാ ഭരണകൂടങ്ങളെ ആ വിവരങ്ങൾ കൈമാറുകയും ചെയ്യും.